population policy, remedies for population explosion. ജനസംഖ്യാ നയം അല്ലെങ്കിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ എങ്ങനെയാണ് മറികടക്കുക? What are the different methods that can be adopted to solve the problem of population explosion? First measure is rapid economic development. ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ വർധനവ്. This is an important method suggested by economists for solving the population problem. ജനസംഖ്യാ പ്രശ്നം മറികടക്കാനായി ഇക്കോണമിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സാമ്പത്തിക വളർച്ച, ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച. This can be achieved by the industrialization and also by introducing scientific agriculture. ഇതെങ്ങനെ സാധ്യമാകും? വ്യവസായവൽക്കരണത്തിലൂടെയും ശാസ്ത്രീയമായ കൃഷി രീതിയിലൂടെയും നമുക്ക് ഇത് സാധ്യമാക്കാം എന്നാണ് ഇക്കോണമിസ്റ്റുകൾ പറയുന്നത്. Economic development of the country will improve the standard of living of the people. അങ്ങനെ സാമ്പത്തിക വളർച്ച ഉണ്ടായാൽ, സാമ്പത്തിക വികാസം ഉണ്ടായാൽ ആളുകളുടെ ജീവിത നിലവാരം ഉയരും. When the standard of living rises, birth rate will fall. പൊതുവെ കാണുന്നതാണ് സാമ്പത്തിക വളർച്ച, സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെട്ടാൽ ആളുകളെ സംബന്ധിച്ച് ബർത്ത് റേറ്റ് കുറയും. വികസിത രാജ്യങ്ങളിലൊക്കെ ഇത് എക്സ്പീരിയൻസ്ഡാണ്. അവിടെ എന്താണ്? അവിടെ ബർത്ത് റേറ്റ് കുറവാണ്, സാമ്പത്തികമായി മുന്നോട്ട് പോയി, ജീവിത നിലവാരം ഉയർന്നു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് എന്താണ്? ബർത്ത് റേറ്റ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജനസംഖ്യയെ കുറയ്ക്കാനുള്ള ഏക മാർഗം എന്താണ്? സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് എഡ്യൂക്കേഷൻ ആണ്. എന്താണ് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട്സ് ടു ബ്രിങ് ഡൗൺ ദ റേറ്റ്സ് സിഗ്നിഫിക്കന്റ്ലി. It changes the attitude of a person towards family, marriage, and number of children. Most educated people delay their marriage and prefer to have a smaller family. നമുക്കറിയാം, വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ ആളുകളെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാടിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. അവരുടെ കുടുംബത്തോടുള്ള കാഴ്ചപ്പാട്, അവരുടെ വിവാഹത്തോടുള്ള കാഴ്ചപ്പാട്, അവരുടെ മക്കളോടുള്ള കാഴ്ചപ്പാടിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. അപ്പൊ പൊതുവെ വിദ്യാസമ്പന്നരായ ആളുകളെ സംബന്ധിച്ച് അവരുടെ ഇടയിൽ എന്താണ്? കുട്ടികളുടെ എണ്ണം കുറവാണ്, അല്ലെങ്കിൽ ബർത്ത് റേറ്റ് കുറവാണെന്ന് പറയാൻ പറ്റും. അപ്പോ വ്യാപകമായി വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ നമുക്ക് ജനനനിരക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. തേർഡ് വൺ ഈസ് ദ അർബണൈസേഷൻ, നഗരവൽക്കരണം എന്ന് പറയും. എന്താണ് നഗരവൽക്കരണം? Children are usually more a burden and less of an asset in an rural surrounding. The ultimate result of urbanization will be the lowering of the birth rate. പട്ടണ പ്രദേശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്ന ഒരു അസറ്റ് എന്നതിനേക്കാൾ ഉപരിയായി ഒരു ഭാരമായിട്ടാണ് കാണുന്നത്. കാരണം നഗരതലങ്ങളിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെയധികം ജീവിത ചെലവുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എണ്ണം കുറയുന്നതിനാണ് അവർക്ക് താല്പര്യം ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ പരമാവധി നഗരവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ എണ്ണം അല്ലെങ്കിൽ ബർത്ത് റേറ്റ് കുറയ്ക്കാൻ പറ്റും. അതുവഴി നമുക്ക് ജനസംഖ്യയെ നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ റേസിംഗ് ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ആണ്. റേസിംഗ് ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ, സ്ത്രീയുടെ അന്തസ് വർദ്ധിപ്പിക്കുക. സ്ത്രീയുടെ അന്തസ് വർദ്ധിപ്പിക്കുക. ദ പൊസിഷൻ ഓഫ് വുമൺ ഈസ് ഇൻഫീരിയർ ടു ദാറ്റ് ഓഫ് മെൻ ബോത്ത് സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി. നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്, സാമൂഹികമായും സാമ്പത്തികമായും സ്ത്രീയുടെ അന്തസ് അല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് പറയുന്നത്, അവരുടെ നിലവാരം എന്ന് പറയുന്നത് പൊതുവെ താഴെയാണ്, പുരുഷനേക്കാൾ കുറവിലാണ്. ആ രീതിയിലാണ് കാണാറുള്ളത്. ദ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ എമംഗ് വുമൺ ആൻഡ് പ്രൊവിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് will raise their status in society. അപ്പൊ സ്ത്രീയുടെ സമൂഹത്തിലുള്ള അന്തസ്, പദവി വർദ്ധിപ്പിക്കാൻ ഏക മാർഗം എന്താണ്? അവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നതാണ്. കാരണം വിദ്യാസമ്പന്നരായ സ്ത്രീകൾക്ക് സമൂഹത്തിൽ പുരുഷനോടൊപ്പം തന്നെ എന്ത് വരുന്നുണ്ട്? അന്തസ്, പദവി ലഭിക്കുന്നുണ്ട്.
അപ്പൊ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബർത്ത് റേറ്റ് കുറച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. So this will certainly reduce the birth rate in the country. നമ്മൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം മര്യാദയ്ക്ക് നൽകി കഴിഞ്ഞാൽ അത് ബർത്ത് റേറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, റേസിംഗ് ദ മിനിമം ഏജ് ഓഫ് മാരേജ്. വിവാഹത്തിന്റെ മിനിമം ഏജ് വർദ്ധിപ്പിക്കുക. പല രാജ്യങ്ങൾക്ക് ചെയ്യുന്ന രീതി. ഇന്ത്യയിൽ പല രാജ്യങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് വിവാഹത്തിന്റെ എന്താണ് വയസ്സ് വർദ്ധിപ്പിക്കുക. Since fertility depends to a great extent on the age of marriage, it is necessary that every possible measure is undertaken to raise the age of marriage. കാരണം ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? വിവാഹിതരാകുന്ന ആളുകളുടെ ഏജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും അവരുടെ ഏജ്, വിവാഹത്തിന്റെ ഏജ് വർദ്ധിപ്പിച്ചാൽ നമുക്ക് ഫെർട്ടിലിറ്റി കുറയ്ക്കാൻ പറ്റും, നമുക്ക് ബർത്ത് റേറ്റ് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം എന്താണ്, പുരുഷന്മാർക്ക് 21 വയസ്സും സ്ത്രീകൾക്ക് 18 വയസ്സും. അപ്പൊ പുരുഷന്മാർക്ക് 25 വയസ്സും സ്ത്രീകൾക്ക് 21 വയസ്സുമായി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ എന്താണ് നമുക്ക് ജനസംഖ്യ കുറയ്ക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, ഇക്കണോമിക് ഇൻസെന്റീവ്സ്. എന്താ ഇക്കണോമിക് ഇൻസെന്റീവ്സ്? സാമ്പത്തികമായിട്ടുള്ള ഒരു എന്താണ് പരിഗണന അല്ലെങ്കിൽ പാരിതോഷികങ്ങൾ കൊടുക്കുക, ഇൻസെന്റീവ്സ് കൊടുക്കുക. In a poor country like India, economic incentives may provide or persuade many people to go for family planning. കുടുംബാസൂത്രണത്തിലേക്ക് പോകാനായിട്ട് പലരെയും പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇക്കണോമിക് ഇൻസെന്റീവ്സ്. സാമ്പത്തിക സഹായം നൽകുക, അവരെ ഒരു പ്രോത്സാഹന സമ്മാനം നൽകുക, അല്ലെ? ഇന്ത്യ കൊടുക്കുന്നുണ്ട്. കാരണം ഫാമിലി പ്ലാനിങ് പോകുന്നവർക്കൊക്കെ ആ രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആളുകൾ അവരുടെ ജനസംഖ്യ കുറയ്ക്കാനായിട്ട് അവിടെ തന്നെ തയ്യാറാകും. സോ ലാസ്റ്റ് വൺ ഈസ് ദ ഫാമിലി പ്ലാനിങ്. കുടുംബാസൂത്രണമാണ് ഏറ്റവും നല്ല മാർഗം. ബൈ ഫാമിലി പ്ലാനിങ് ഓർ പ്ലാൻഡ് പാരന്റ്ഹുഡ് ഈസ് മെന്റ് കോൺഷ്യസ് ഫാമിലി ലിമിറ്റേഷൻസ് ആൻഡ് സ്പേസിംഗ് ഓഫ് ചിൽഡ്രൻ. ഇവിടെ ഫാമിലി പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ബോധപൂർവം പേരൻസ് കുടുംബത്തിന്റെ അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള ഏജ്, ആ ഗ്യാപ്പ്, അത് ആ സ്പേസിങ്, അകലം പരമാവധി വർദ്ധിപ്പിക്കുക. ഒരു ആദ്യത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും തമ്മിലുള്ള എന്താണ് സ്പേസ് വർദ്ധിപ്പിക്കുക. ഒരു കുട്ടി കഴിഞ്ഞാൽ അടുത്ത കുട്ടി, അതല്ല. ഒരു കുട്ടി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാൽ അടുത്ത കുട്ടി, അതല്ല. മറിച്ച് എന്താണ് അതിന്റെ ആ സ്പേസ് വർദ്ധിക്കുക. ഒരു കുട്ടി കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാൽ അടുത്ത കുട്ടി, ആ രീതിയിലുള്ള അത് വർദ്ധിപ്പിക്കുക. In other words, it means having babies by choice and not by chance. ഇതിന്റെ അർത്ഥം എന്തേ ഉള്ളൂ? ബൈ ചാൻസ് ആയിട്ടല്ല കുട്ടികൾ നമുക്ക് ലഭിക്കേണ്ടത്, മറിച്ച് നമ്മുടെ ചോയ്സ്. കുട്ടികൾ വേണമെന്ന് തോന്നുമ്പോഴാകണം എന്താണ് കുട്ടികളെ നമുക്ക് ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ കുട്ടികൾ നമ്മൾ കൊണ്ടുവരേണ്ടത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ സെൽഫ് കൺട്രോൾ ആണ് പ്രധാനപ്പെട്ട ഘടകം. സെൽഫ് കൺട്രോൾ ആണ് വളരെ പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംവിധാനം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ജനസംഖ്യ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ എന്താണ് സ്റ്റെപ്സ് ഒക്കെ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ജനസംഖ്യ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.